ആക്ഷൻ കൗൺസിൽ അംഗം ശ്രീ ജയന്ത് കൂടി നമുക്കിപ്പോൾ ഉണ്ട്. നേരിട്ടുള്ള അത്തരം ഭീഷണിയിലൂടെ കടന്നുപോയ ഒരാൾ കൂടിയാണ് ജയന്ത്. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ചർച്ചയിൽ വന്നപ്പോൾ ഒറ്റയ്ക്ക് പോകാറില്ല, യാത്ര ചെയ്യാറില്ല, ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞ ഒരാളാണ് ജയന്ത്. ജയന്ത്, ഇപ്പോൾ ഈ ചർച്ചയിൽ നിങ്ങൾക്കൊപ്പം തന്നെ പങ്കെടുക്കേണ്ട മനാഫും വിനോദും മേക്കോത്തും പരാതി കൊടുത്ത അനീഷുമായിട്ട് അതിർത്തിയിലേക്ക് പലായനം ചെയ്ത്, അങ്ങനെ തന്നെ ആ വാക്ക് തന്നെ പറയണം, കാരണം ഓടി രക്ഷപ്പെടുകയാണ്. കർണാടക പോലീസ് രക്ഷിക്കാനില്ല, ആരോ വണ്ടി ഫോളോ ചെയ്യുന്നു, ആൾക്കാർ ഫോട്ടോ എടുത്തു എന്നടക്കം. ഈ ഭീഷണിയൊക്കെ വെറുതെ തോന്നലാണെന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്, കേൾക്കുന്ന ആൾക്കാർ അങ്ങനെ വിചാരിച്ചാലും. അതല്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ജയന്ത്. ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ അത് ജീവന് പോലും അപകടകരമാകുന്ന രീതിയിലുള്ള വിഷയങ്ങൾ മറുവശത്തുനിന്ന് ഉണ്ടാകും, അത് ഉറപ്പാണല്ലേ? ശരിയാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പൊ എന്താന്ന് പറഞ്ഞ ഇന്നലെ തന്നെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 350 കിലോമീറ്റർ ദൂരെ ബാംഗ്ലൂർ ധർമ്മസ്ഥലത്ത് നിന്ന്, അവിടെ നിന്ന് തന്നെ ഒരു ടീം, അവിടെ നിന്നൊരു സൗജന്യ ഒരു കൊച്ചിന് ന്യായം കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വരുന്ന ടീമിനെ തന്നെ ഒരു 3-4 വണ്ടികൾ ഫോളോ ചെയ്തുകൊണ്ടായിരുന്നു. അന്നേരം അവരെ നേരിട്ട് വന്നിട്ട് ലൈവിലായിട്ട് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും നാളെ HME എന്തെങ്കിലും ഏറെപ്പേരായെന്ന് പറഞ്ഞാൽ നേരിട്ട് ധർമ്മസ്ഥല വീരേന്ദ്ര ഹെഗ്ഡെ തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ 1-2 അല്ല, ഇവരുടെ സാമ്രാജ്യം കെട്ടി എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ കൊലകൾ ചെയ്തിട്ട് ഇവർ കെട്ടി വളർത്തി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർ പേടിക്കുന്നത്. ഇന്നിപ്പോ എത്രയോ പേര് പേടിക്കുന്നുണ്ട്. ഇന്നലെ ഇനിയൊരു മീഡിയക്ക് നമ്മളൊരു ഇവിടുത്തെ അനുഭവം എന്താ നടന്നിരുന്ന അനുഭവം ഉള്ള ഒരു പയ്യൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തായിരുന്നു. പുള്ളി പേടിച്ചോണ്ടിരിക്കുക, അതായത് ഏറെ മീഡിയക്കുള്ളിൽ അവന്റെ മുഖം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ തന്നെ പേടിച്ചോണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥ ഈ ധർമ്മസ്ഥല ഗ്രാമത്ത് ആയിക്കൊണ്ടിരിക്കുന്നെന്ന് പറയാം. ജയന്തി പറഞ്ഞത് അനീഷിന്റെ കാര്യമാണ് അല്ലേ? ഹലോ, അനീഷിന്റെ കാര്യമാണ്. KJ ജോയുടെ ഇനിയൊരു പയ്യൻ വേറെയുണ്ട്. ഓ ശരി, അപ്പോ വേറെയുമുണ്ട്. അത് മലയാളിയാണ്. അനീഷിന്റെ വേറെ വെളുപ്പിന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തായിരുന്നു. അത് വേറെ ഒരു അത് മലയാളി എന്ന് പറഞ്ഞെങ്കിൽ അവൻ കണ്ട കാര്യങ്ങളാ. അവനൊരു വണ്ടി ഡ്രൈവർ ആയിരുന്നു. അവൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് വേറെ ഒരു മീഡിയക്കാരൻ അവന്റെ മുഖം എല്ലാം കാണിച്ചു തന്നെ അവൻ പേടിച്ചിട്ടിരിക്കുക. അവൻ ആദ്യം പറഞ്ഞാൽ ഞാൻ എല്ലാ സ്റ്റേറ്റ്മെന്റ് തരാം, വേണമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കോടതി ചോദിച്ചെന്ന് പറഞ്ഞാൽ കോടതിക്ക് മൊഴി കൊടുക്കാൻ ഞാൻ റെഡിയാ, അവിടെ വരാം, അല്ലാതെ പബ്ലിക്കായിട്ട് എന്റെ മുഖം കാണിക്കരുത്, എന്റെ സ്റ്റേറ്റ്മെന്റ് ഇട്ടോളാൻ പറഞ്ഞായിരുന്നു. എന്നാൽ വേറെ ഒരു മീഡിയക്കകത്ത് ഒരു പത്രത്തിലെങ്ങാണ്ട് അവന്റെ മുഖം വന്നു, എന്നാൽ അതിനവൻ പേടിച്ചിട്ടിരിക്കുക. എന്നാൽ അത്ര പേടിയാ, ഇവരുടെ ഓപ്പോസിറ്റ് എതിരായിട്ട് പറയാൻ ഒരു മനുഷ്യനില്ല, അത്ര പേടിയാന്ന് മനസ്സിലാക്കിക്കോ. ഇപ്പൊ അനീഷിന്റെ കാര്യം അത്രേ ഉള്ളൂ. അനീഷിന്റെ കാര്യത്തിൽ ആ സ്ഥലത്തിന്റെ ഇനി അവന്റെ വല്യച്ഛന്റെ മോന്റെ സ്ഥലത്തിന്റെ കാര്യത്തിൽ റെക്കോർഡ് എടുക്കാനുണ്ടാറ്. റെക്കോർഡ് എടുത്ത് കഴിഞ്ഞ് അറിഞ്ഞപ്പം അവരാ ബാളി റൂമിലാ താമസിച്ചോണ്ടിരുന്നത്. അവിടെ വിളിച്ചോണ്ടിരിക്കും, അവൻ എവിടെയാ എന്താന്ന് ചോദിച്ചോണ്ട്. ഒത്തിരി കോൾ വളർന്നു 2-3 ദിവസം കൊണ്ട്. അന്നേരം ഞാൻ അവനെ പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കാൻ വേണ്ട, അങ്ങനെ ഉണ്ടെന്നാൽ അത് ഇത്ര കോൾ എടുത്താൽ നമുക്ക് അതിന്റെ എന്താ പണി എന്താ ചെയ്യാമെന്ന്. പിന്നെ പറഞ്ഞ പോലെ സ്റ്റേഷനിൽ പെടുത്ത കാര്യമൊന്നുമില്ല, വെളുത്തങ്കാടി പോലീസ് സ്റ്റേഷനിൽ പെടുത്ത ഒരു കാര്യമേ ഇല്ല. പിന്നെ ഇപ്പൊ ഇച്ചിരി പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്ര പേടിച്ചാലും കാര്യമില്ല, അവരുടെ രീതി ഒരു ജോലി പറഞ്ഞില്ലേ, ആദ്യമേ പറഞ്ഞായിരുന്നു. ഇത് ഇന്ത്യ 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഈ ധർമ്മസ്ഥല ഗ്രാമത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അവിടെ ഇപ്പോൾ അയാളുടെ കാലിനടി ആ കാലിന് തുടച്ചുകൊണ്ടോ പുള്ളിന്റെ കാലിനടിയിലെ ഇപ്പൊ എല്ലാം കിടക്കുന്നത്. ആ ഒരു വ്യവസ്ഥയിലെ ധർമ്മസ്ഥലം ഉള്ളത്. മാറ്റണം. ജയന്ത്, അങ്ങനെയാണെങ്കിൽ അതാണ് സ്ഥിതിയെങ്കിൽ ഈ SIT എന്ത് ചെയ്യും? നേരത്തെ ശ്രീ സക്കറിയ ജോർജ് പറഞ്ഞതുപോലെ അന്വേഷണ സംഘത്തിൽ 1-2 നല്ല പോലീസുകാർ കാണും. സൗജന്യ കേസ് അന്വേഷിച്ച അതിനകത്ത് പോലീസുകാരുണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. പക്ഷേ അതല്ലാതെ ഇവരുടെ തന്നെ സിൽബന്ദികളാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് SIT വരുന്നതിന്? അല്ല, ഇപ്പം വക്കീലിന്റെ ടീം വേറെ ഒരു ടീമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, സൗജന്യ ടീം വേറെ ഒരു രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അന്നേരം വക്കീലിന്റെ ടീമിനകത്ത് ആദ്യം പറഞ്ഞ എന്താന്ന് വെച്ചെങ്കിൽ, ഇപ്പൊ ഞങ്ങൾ പറയുന്ന ഇങ്ങനെ ഒരു ഓഫീസർ വേണം, അങ്ങനെ ഓഫീസർ വേണമെന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അവരെ തന്നെ നിയമം ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം പോലീസ് ഓഫീസർ ഒരേ പോലെ നമുക്ക് നോക്കാൻ പറ്റിയല്ലോ, കാണാൻ പറ്റിയല്ലോ അവരെ. അതിനകത്ത് എത്ര നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ ഞങ്ങൾ തന്നെ ഈ ഒരു സമരത്തിന് ഇറങ്ങിക്ക് ഞങ്ങളൊരു 3-4 പേര് ഇന്നും അന്നും ഒരേപോലെ നിപ്പുണ്ട്. അവരുടെ ഭീഷണിക്കാവട്ടെ ഇല്ല കാശിനാവട്ടെ, ഇതൊന്നും നമ്മൾ തലയാത്തിയവരല്ല, തലയാത്തി കൊണ്ട് കൊടുത്തിട്ടും ഇല്ല. അതുപോലെ നിൽക്കുന്ന ഓഫീസർമാരുണ്ടല്ലോ. ഇപ്പൊ എല്ലാ പോലീസർമാരെയും ഒരേപോലെ കണക്കൂട്ടാൻ പറ്റിയല്ല. അങ്ങനെ അതിനകത്ത് ഈ 4 ഓഫീസർമാർ വെച്ച് നല്ല ഓഫീസർമാര് അവരെന്തായാലും നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് നല്ലൊരു ധൈര്യമുണ്ട്.
ജയന്ത്, ഇതിനകത്ത് മറ്റൊരു തരത്തിലുള്ള ഒരു പ്രചാരണം ഒരു വശത്ത് നടക്കുകയാണ്. അത് ഈ മനാഫിന്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് വല്ലാതെ പേടിപ്പെടുത്തുന്ന കണക്കൊക്കെ പറയുന്നു. ക്ഷേത്രവളപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്നത് ഇതിലൊരു വർഗീയ ശ്രമമുണ്ട് എന്നൊക്കെ തരത്തിലുള്ള ഒരു ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അത് ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനത്തെ പോലും അത് ബാധിക്കുന്ന രീതിയിലേക്കൊക്കെ പോകുമെന്ന് നിങ്ങൾ കരുതുന്നില്ലേ അവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട്? ഇല്ല, ഇതെന്ന് പറഞ്ഞാൽ ഷമീർ ആദ്യത്തെ ഒരു വീഡിയോ ഇറക്കിയപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു വന്നത്. ഇതേപോലെ തന്നെ ഷമീറിനെ ഒരു എന്താ പറഞ്ഞാൽ ഈ ജാതി സെന്ററിൽ കൊണ്ടിടുന്ന ഒരു പരിപാടിയാണ് ചെയ്തോണ്ടിരുന്നത്. ഇതിനൊന്നും നമ്മളൊന്നും എന്താ തലച്ചോടെ ആക്കിയിട്ടില്ല. അതിന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നോ നമ്മളെ കാര്യം നമ്മൾ ചെയ്തുകൊണ്ട് വരും എന്ന് പറഞ്ഞ് അങ്ങനെ ആ ധൈര്യത്തിൽ ചെയ്തുകൊണ്ട് വന്നതും കൊണ്ട് ഇന്നിപ്പം അവിടുത്തെ ഏതെന്ന് പറഞ്ഞാൽ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ എടുക്കാനുള്ള അവസ്ഥയിലെത്തി. അതെന്തോ ആര് പറഞ്ഞാലും അതിന് കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാനവീയത ഇല്ലാത്തവർ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരാ പറയുന്നത്. ചിലപ്പോൾ പറയാൻ പറ്റിയാൽ ഈ പറയുന്ന ഇത് അവരുടെ കുടുംബക്കാർ ഇവിടെ കാണും, ഈ ധർമ്മസ്ഥല ഗ്രാമത്തെ ഇവിടെ കുഴിച്ചിട്ടതിനകത്ത് കാണും. അതാദ്യം അവർ മനസ്സിലാക്കണം അങ്ങനെ പറയുന്നവര്. പക്ഷെ ഞാൻ ചോദിക്കും ജയന്ത്, ഇതിനകത്ത് അതെ ജയന്ത്, പക്ഷേ ഇതിനകത്ത് ഒരു വിഷയം, ഇത് ഇവര് പറഞ്ഞ് മറുവശം ക്യാമ്പയിൻ നടത്തുന്ന ഈ ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് മേധാവി അരുൺ കെ ഈ സമീറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോ പിൻവലിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊരു കെട്ടിച്ചമച്ച വീഡിയോ ആണ് എന്നുള്ളത് പോലീസ് ഇങ്ങനെ ഒരു നടപടി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരൊരു ക്യാമ്പയിൻ നടത്തുന്നത്. അതിലൊരു അർത്ഥവുമില്ല. ഈ പോലീസ് തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്തവരാണ് എന്നുള്ളതിന്റെ തെളിവ് മാത്രമാണെന്ന് കൂടിയാണോ ആക്ഷൻ കൗൺസിൽ പറയുന്നത്? അല്ല, പോലീസ് എന്ന് പറഞ്ഞാൽ അവർ എഫ്ഐആർ ചെയ്യും, അവരെന്തും ചെയ്യട്ടെ. നമ്മളതിനിപ്പോ ഒരു തലച്ചൂടാക്കുന്ന പരിപാടിയിൽ അവർ ഏതിനും നമ്മളെ തയ്യാറാണല്ലോ. പിന്നെന്തിനാന്ന് ഞാൻ ചോദിക്കും ഇതിനൊക്കെ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഇന്നലെ തന്നെ കണ്ടോ, ഇന്നലെ 350 മീഡിയക്കാർക്ക് ഇത് ദേശത്തെ 350 മീഡിയക്കാർക്ക് സ്റ്റേ കൊണ്ടുവന്നല്ലോ. എന്തൊരു ലെറ്റർ അയച്ചിട്ടുണ്ട്, അവരെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, അവരുടെ പേരെടുക്കരുതെന്ന്. ഇൻഡയറക്റ്റായും നേരെ ഇൻഡയറക്റ്റായും എടുക്കാൻ പാടില്ലെന്ന്. ഇതൊക്കെ എന്താ ശരിയാണോ? ഇത് 350 മീഡിയക്കാണ്, 350 മീഡിയ, ഓൺലൈൻ മീഡിയ അടക്കം 350 മീഡിയക്കാണ് സ്റ്റേ ഓർഡർ കിട്ടിയത് ഇന്നലെ മാത്രം, അല്ലേ? അത് സ്റ്റേ എന്ന് പറഞ്ഞെങ്കിൽ അവരിന്ന് ഇട്ടിട്ടുണ്ട് 2 ദിവസത്തിനുള്ളിൽ, ഒരു 5 ദിവസത്തിനുള്ളിൽ അവർക്ക് കോടതി റിപ്പോർട്ട് കൊടുക്കണം. ഇല്ലെന്ന് പറഞ്ഞാൽ അവർ ബ്ലോക്ക് ചെയ്യും ഈ മീഡിയ എല്ലാം. ധർമ്മസ്ഥലയിലെ വിഷയം പറയാൻ പാടില്ല, അതോ കോർട്ട് എന്ന് പറഞ്ഞാൽ അവർക്കായി, അവർ പറഞ്ഞവർക്കായി. ഈ ധർമ്മസ്ഥലയിലുള്ള പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ ആരോപിക്കപ്പെടുന്ന പ്രതികളുടെ പേര് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ പേര് പറയാൻ പാടില്ല, അതാണോ വിഷയം? അതോ ഈ വിഷയമേ പറയാൻ പാടില്ല എന്നുള്ളതാണോ? പല കേസുകൾക്ക് പലതരത്തിലുള്ള ഇൻജക്ഷൻ ഓർഡർ ഒക്കെയാണല്ലോ ഉള്ളത്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഏത് തരത്തിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്ന മീഡിയക്കെതിരെയും അങ്ങനെയുള്ള ആക്ഷൻ ഉണ്ടോ? അല്ല, അവരുടെ പേര് എടുക്കാനേ പാടില്ലെന്ന്. നേരിട്ടും ഇന്ന മാർഗമായിട്ടും അവരുടെ പേരേ എടുക്കാൻ പാടില്ലെന്ന്. എന്നാൽ അവർ ചെയ്ത തെറ്റുകളൊന്നും പറയാൻ പാടില്ല. ആ ധർമ്മസ്ഥല ഗ്രാമത്തെ പേരും എടുക്കാൻ പാടില്ല. ഇത് ഗ്രാമമാണ് ഞാൻ ചോദിക്കുന്ന. 6,44,000 ഗ്രാമമുണ്ട് ഇന്ത്യയിൽ. അതിൽ ഒരു ഗ്രാമം ധർമ്മസ്ഥലം. ഇങ്ങനെ ഒരു അപകടം, ഇങ്ങനെ ഒരു വലിയൊരു കൂട്ടക്കുരുതി നടക്കുന്ന സ്ഥലത്തിന്റെ കാര്യം പോലും പറയാൻ പാടില്ല. എവിടെയോ എന്തോ നടന്നു, അതായത് എവിടെയാണ് ഇത് നടന്നതെന്ന് പോലും പറയാൻ പാടില്ലെന്നാണോ ഈ സ്റ്റേ ഓർഡർ ഉള്ളത്? ഉറപ്പാണോ? അതെ, ഇവരുടെ ഈ ധർമ്മസ്ഥലത്തിന്റെ പേര് പോലും എടുക്കാൻ പാടില്ലെന്നാ ഇവര് കൊടുക്കുന്നത്. ഇവര് ഈ കുറെ മീഡിയക്കാർ മുമ്പിൽ വരാത്തെന്ന് പറഞ്ഞെങ്കിൽ ആദ്യം 2 വർഷം ബാക്ക് ഇത് തന്നെ അന്ന് തന്നെ 64 മീഡിയക്കാർക്ക് കൊടുത്തായിരുന്നു. ഇന്നലെ ഞങ്ങൾക്ക് വന്നേക്കുന്ന 350 പേർക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സമയത്ത് ഈ ന്യൂസ് 18 മീഡിയ സമയത്ത് ചേർത്തിട്ടാ പറയുന്നത്. അന്നേരം എല്ലാം ഇവരെ കെട്ടുന്ന ഇതിങ്ങനെ ഓരോ നോട്ടീസ് കൊടുക്കുക, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കും. അത് കഴിഞ്ഞപ്പം വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കും. ഇനിയിപ്പോ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള നോട്ടീസ് വരും. അല്ല, നമ്മളിപ്പോ ഈ ഇപ്പൊ വക്കീൽ ടീം ഇതിനു വേണ്ടിയിട്ടുള്ള ജോലി ചെയ്തുകൊണ്ടുണ്ട്. അവര് അത് എത്ര പെട്ടെന്ന് അവർ അതിന് പണി ചെയ്തായിരിക്കും. ആ മീഡിയക്കാർക്ക് ആരും ഒരു പ്രശ്നമാവാത്ത രീതിയിൽ ജോലി ചെയ്തുകൊണ്ടാകും. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം. ഈ രീതി ഇങ്ങനെയായിട്ടാണ് മീഡിയക്കാരെ പേടിപ്പിക്കുന്നത്. ഇങ്ങനെയായിട്ട് അവർ ഒരു സൈഡിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുക. റൈറ്റ്, ഞാൻ തിരികെ എത്താം. നമുക്കൊപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ മനാഫിനൊപ്പവും അതോടൊപ്പം അതായത് അനീഷിനെ കൊണ്ടുപോകുന്ന അവരുടെ ആ വാഹനത്തിനകത്തുള്ള മാധ്യമപ്രവർത്തകൻ അൽബാബു ഉണ്ട്. അദ്ദേഹം